ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പരിഹാരം ആണ് ജനങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് പരാതിയുമായി അധികാരത്തിൻ്റെ വാതിൽ മുട്ടുക എന്നത് ജനങ്ങൾക്ക് അനിവാര്യമായി തീരുന്നു. എപ്രകാരമാണ് ഈ പരാതികൾ കൈകാര്യം ചെയ്യപ്പെടാൻ പോകുന്നത്? ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയം അതാണ്. അധികാരത്തിലേക്ക് ഉയർന്നതിന് ശേഷം പിണറായി വിജയൻ പരാതികളെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തുടങ്ങിയ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ് നാം. എവിടെയാണ് അധികാരി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്? ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് ജീവിതമാണ്, അതുകൊണ്ട് പരിഹരിക്കുന്നതും ജീവൽ പ്രശ്നങ്ങളാണ് എന്ന ബോധം വേണം എന്ന് പിണറായി വിജയൻ ജീവനക്കാരോട് പറയുകയുണ്ടായി. ഇതാ, അധികാരി നേരിട്ട് കാണണമെന്നില്ല അപേക്ഷകനെ അല്ലെങ്കിൽ പരാതിക്കാരനെ, മറിച്ച് പരാതിയാണ് പരിഹരിക്കപ്പെടേണ്ടത്. അപ്പോൾ പരിഹരിക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ സമസ്യയുമായിരിക്കും. പരാതികളെ സംബന്ധിച്ച തൻ്റെ സമീപന രീതിയെ പിണറായി വിജയൻ വിശദീകരിക്കുന്നത് എപ്രകാരമാണ് എന്ന് മാതൃഭൂമി ലീഡ് വാർത്തയിലൂടെ പറയുന്നത് കാണുക. പരാതികളിൽ തീർപ്പ് 30 ദിവസത്തിനകം. 30 ദിവസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഒരു നീക്കമോ രീതിയോ ആണ് പിണറായി കൈക്കൊള്ളുന്നത്. 30 ദിവസം തന്നെ വളരെ വൈകിയ ഒരു കാലഘട്ടം തന്നെയാണ്. കാലവിളംബം അക്കാര്യത്തിൽ എങ്കിലും ഉണ്ട്. പക്ഷേ അധികാരിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു ഒരു ഉറപ്പ്: 30 ദിവസം തരൂ, നിങ്ങളുടെ പരാതി ഞാൻ പരിഹരിക്കാം. ആ അർത്ഥത്തിൽ അതൊരാശ്വാസവും ആണ്. സർക്കാരിൻ്റെ മുന്നിലെത്തുന്ന എല്ലാ പരാതികളിലും 30 ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് സിവിൽ സർവീസ് കേഡർ രൂപവൽക്കരിക്കുമെന്നും കേന്ദ്രത്തിലെ ഡയറക്ടറേറ്റ് മാതൃകയിൽ വികേന്ദ്രീകരണ ഭരണ സമ്പ്രദായം കൊണ്ടുവരുമെന്നും LDF നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് യാഥാർത്ഥ്യമാക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. LDF സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങളിൽ സർക്കാരിൻ്റെ പ്രവർത്തന ദിശ വ്യക്തമാണ്. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ക്ഷേമാശ്വാസ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനൊപ്പം സംസ്ഥാനത്തിൻ്റെ വികസനം ലക്ഷ്യമിട്ട് ദീർഘകാല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കും. കേന്ദ്രത്തിൽ ആസൂത്രണ കമ്മീഷൻ വേണ്ട എന്ന് നിശ്ചയിച്ചപ്പോഴും കേരളത്തിൽ ആസൂത്രണ ബോർഡ് തുടരണമെന്ന് നിശ്ചയിച്ചത് ദീർഘകാല വികസനം ലക്ഷ്യമിട്ടാണ് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൻ്റെ മുഖാമുഖം പരിപാടിയിൽ പറയുകയും ചെയ്തു. സിവിൽ സർവീസ് കേഡർ രൂപവൽക്കരിക്കും. ജില്ലാതല പ്രശ്നങ്ങൾ അതാതിടത്ത് പരിഹരിക്കുമല്ലാതെ മുഖ്യമന്ത്രി ഓടിപ്പിടച്ച് എല്ലായിടത്തും ചെന്ന് ബഹുജന സഞ്ചയങ്ങളെ സൃഷ്ടിക്കാനല്ല പദ്ധതി. സ്ഥലം മാറ്റത്തിന് പൊതു മാനദണ്ഡമുണ്ടാകും. മാനദണ്ഡ ലംഘനമുണ്ടാകുന്നിടത്താണ് അഴിമതിയും കൈക്കൂലിയും ഉണ്ടാകുന്നത്. ഡോക്ടർമാർക്ക് സ്ഥലം മാറ്റം വേണമെങ്കിൽ 5 മുതൽ 10 ലക്ഷം രൂപ വരെ കുറ്റിവെച്ച് പിരിച്ച ബിരുദന്മാർ ഭരിച്ച നാടാണിത്. തൊട്ടു മുമ്പ് നാം അത് കണ്ടതുമാണ്. അതുകൊണ്ട് ഏത് രംഗത്തും സ്ഥലം മാറ്റത്തിന് ഒരു മാനദണ്ഡമുണ്ടാകും എന്ന് പറയുമ്പോൾ ആ മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഇല്ല എങ്കിൽ അത് പരാതിയാക്കാം. മുഖ്യമന്ത്രി പറയുന്നത് പോലെയാണെങ്കിൽ ആ പരാതി 1 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. LNG പദ്ധതി അസംഖ്യം തടസ്സങ്ങൾ ഉള്ള ഒരു പദ്ധതിയാണ് എന്ന് നമുക്കറിയാം. പൈപ്പ് ലൈന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ, പലപ്പോഴും അക്കാര്യത്തിൽ വലിയ മുരടിപ്പ് സംഭവിച്ച അവസ്ഥ നിലനിൽക്കുമ്പോൾ LNG പദ്ധതിക്ക് മുൻകൈ എടുക്കും താൻ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുൻകൈ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു രീതിയും എങ്ങനെയാണ് പ്രവർത്തന രീതി എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. കാണുക. നാടിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത LNG പദ്ധതി എതിർപ്പിൻ്റെ പേരിൽ ഉപേക്ഷിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി പ്രാവർത്തികമാക്കാൻ സർക്കാർ മുൻകൈ എടുക്കും. ഇത് പൊതു ആവശ്യമായി കണ്ട് എല്ലാവരും സഹകരിക്കണം. ഭൂമിയുടെ നഷ്ടപരിഹാരം സ്വീകാര്യമല്ല എന്ന നിലപാടുള്ളവരുമായി ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പും പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ അധികാരത്തിൽ വന്നു എന്നതല്ല, എപ്രകാരമാണ് അധികാരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണം രംഗം മാറുന്നു എന്നാണ് മാതൃഭൂമിയുടെ ഈ ആദ്യ വാർത്ത നമ്മോട് സൂചിപ്പിക്കുന്നത്.
ഇന്ന് മലയാള മനോരമയുടെ ഒന്നാം പുറത്ത് അവർ ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നത് മറ്റു പത്രങ്ങൾ ഗൗരവതരമായി പരിഗണിക്കാത്ത ഒരു വാർത്തയാണ്. എന്നു മാത്രമല്ല, ആ വാർത്ത അങ്ങേയറ്റം ശ്രദ്ധാർഹവുമാണ്. അതുകൊണ്ട് അത് ലീഡ് വാർത്തയാക്കുമ്പോൾ മനോരമ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് വാർത്താ ലോകത്ത് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് വിതരണം ചെയ്ത് ഇപ്പോഴും പ്രയോഗത്തിലിരിക്കുന്ന കോടാനുകോടി ലൈസൻസുകളുണ്ടല്ലോ, ആ ലൈസൻസുകളിൽ 30% വ്യാജ ലൈസൻസുകളാണ്. വ്യാജ ലൈസൻസുകളെന്ന് പറയുമ്പോൾ വേണ്ടും വണ്ണം മുൻകരുതലൊന്നും എടുക്കാതെ, ട്രെയിനിങ് ഒന്നും ശ്രദ്ധാപൂർവം ചെയ്യാതെ ലൈസൻസ് നൽകുന്ന ഒരു രീതിയെയാണ് വ്യാജ ലൈസൻസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അപകടങ്ങളും അതിനപ്പുറവും സംഭവിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ലൈസൻസിനെ ക്രമീകരിക്കുന്നതിന് എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നത്? ഒരുപക്ഷെ ലൈസൻസൊക്കെ അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ, ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേക താല്പര്യത്തോടെ കാണേണ്ട വാർത്ത തന്നെയാണ് ഇത്. ഇനി ലൈസൻസുകൾ എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഭാവപ്പകർച്ചകളെന്ത്? ലൈസൻസ് ഇനി ഹൈടെക് ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ ഇടപെടുന്ന വ്യക്തികൾക്ക് അക്കാര്യം തീരുമാനിക്കാൻ വലിയ പങ്കൊന്നും ഉണ്ടാകില്ല. യന്ത്ര സംവിധാനങ്ങളായിരിക്കും അത് തീരുമാനിക്കുക. അപ്രകാരം തീരുമാനിക്കപ്പെടുമ്പോൾ അതിന്മേലുള്ള അഴിമതിയും സ്വജന പക്ഷപാതവും കുറയും, അല്ലെങ്കിൽ ഇല്ലാതെയാകും. അതേ സംബന്ധിച്ച വാർത്ത മനോരമ തരുന്നു. കേന്ദ്രമാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വാർത്ത കാണുക. പ്രായോഗിക പരീക്ഷ പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിതമാകും. തോമസ് ഡൊമിനിക് ആ വാർത്ത തരുന്നത് ഇങ്ങനെ: ഡ്രൈവിംഗ് ലൈസൻസിനുള്ള പ്രായോഗിക പരീക്ഷ പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിതമാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം പദ്ധതി തയ്യാറാക്കി. രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളിൽ 30% വ്യാജമാണെന്നും യഥാർത്ഥ യോഗ്യതയില്ലാത്ത ഡ്രൈവർമാർ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുവെന്നും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത് എന്ന് മന്ത്രി നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തി. മാനുഷിക ഇടപെടൽ തികച്ചും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പ്രായോഗിക പരീക്ഷയും അതുപോലെ തന്നെ ആദ്യ പരീക്ഷയും നടപ്പാക്കുന്നത്. മാനുഷിക ഇടപെടൽ എന്ന് പറഞ്ഞാൽ അതേ സംബന്ധിച്ച് മനുഷ്യർ ഇടപെടുന്നില്ല എന്ന് മാത്രം അർത്ഥമാക്കിയാൽ മതി. ഒരുപക്ഷെ മനുഷ്യൻ ഇടപെടാതെ നടത്തുന്ന ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും കൂടുതൽ മാനുഷികം എന്നും നാം കാണേണ്ടതുണ്ട്. വാഹനം ഓടിക്കേണ്ടത് ക്യാമറയ്ക്ക് മുന്നിലായിരിക്കും ഇനി. അതുകൊണ്ട് തന്നെ ഇഷ്ടക്കാർക്ക് ലൈസൻസ് കൊടുക്കാൻ ആർക്കും കഴിയാത്ത ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടും. ഗൾഫ് രാജ്യങ്ങളിൽ ലൈസൻസ് ലഭിക്കുക അത്ര എളുപ്പമല്ല. അത് വളരെ കർശന സ്വഭാവത്തോടു കൂടിയതാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. അതേ രീതിയിലല്ലെങ്കിലും കൂടുതൽ കർക്കശമായ വകുപ്പുകൾ ഇക്കാര്യത്തിൽ വരും. ലൈസൻസ് എന്ന് പറയുന്നത് ഇനി ഹൈടെക് രംഗവുമായി ബന്ധിപ്പിച്ചാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന നല്ല വാർത്ത, നാം അറിഞ്ഞിരിക്കേണ്ട വാർത്ത മനോരമ അത് ലീഡ് വാർത്തയാക്കി ഒന്നാം പുറത്തെ ലീഡ് വാർത്ത വരൂ. അങ്ങനെ തരുമ്പോൾ മനോരമ അക്കാര്യത്തിൽ ഔചിത്യം, മാലോകരെന്താണ് അറിയേണ്ടത് എന്ന കാര്യത്തിൽ ഔചിത്യം പാലിക്കുന്നുണ്ട്. ഒപ്പം മനോരമ ഇന്ന് മറ്റൊരു വാർത്ത കൂടി ഒന്നാം പുറത്ത് തരുന്നു. അത് കഴിഞ്ഞ ദിവസം മനോരമ തന്നെ വെളിപ്പെടുത്തി കൊണ്ടുവന്ന വാർത്തയാണ്. അഞ്ജു ബോബി ജോർജിനോട് അപമര്യാദയായി EP ജയരാജൻ പെരുമാറി എന്ന നിലയ്ക്കുള്ള ആക്ഷേപമാണ് മനോരമ മുന്നോട്ട് വയ്ക്കുന്നത്. EP ജയരാജൻ്റെ മന്ത്രി മന്ദിരത്തിൽ അല്ലെങ്കിൽ മന്ത്രി ഓഫീസിൽ അഞ്ജു ബോബി ജോർജ് ചെല്ലുന്നു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ്, വൈസ് പ്രസിഡന്റും അവർക്കൊപ്പമുണ്ട്. അങ്ങനെ പോകുമ്പോൾ അവരോട് അപമര്യാദയായി സംസാരിച്ചു. പാർട്ടിക്കാരി അല്ലെങ്കിൽ പാർട്ടിക്കാർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ EP ജയരാജൻ പറഞ്ഞതായി നമുക്ക് ലഭിക്കുന്നത് അഞ്ജുവിൻ്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകുകയുണ്ടായി അഞ്ജു മുഖ്യമന്ത്രി ആ പരാതി അന്വേഷിച്ചിരിക്കണം. അദ്ദേഹം പറഞ്ഞു, അത്തരമൊരു സംഭവം സത്യത്തിൽ നടന്നിട്ടില്ല, അപമര്യാദയായി ഒന്നും EP ജയരാജൻ പറഞ്ഞിട്ടില്ല. EP ജയരാജനെ സംബന്ധിച്ച് മുഹമ്മദ് അലിയുമായി ബന്ധിപ്പിച്ച വിവാദങ്ങൾ അടങ്ങിക്കൊണ്ടുവരുമ്പോൾ പുതിയ വിവാദങ്ങളിലേക്ക് EP ജയരാജൻ്റെ നാവ് ഒരിക്കൽ കൂടി എടുത്തെറിയപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഏതായാലും
മലയാള മനോരമ 1-ാം പേജിൽ ആ വാർത്തയുടെ ആവർത്തനം തരുമ്പോൾ നമുക്കതിങ്ങനെ കാണാം. അപമര്യാദ കാട്ടിയിട്ടില്ല EP ജയരാജൻ എന്ന് പിണറായി. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജിനോട് കായിക മന്ത്രി EP ജയരാജൻ അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കായിക മന്ത്രി എന്ന നിലയിൽ അഞ്ജുവിൻ്റെ വിമാനയാത്രാ ചെലവിനെ പറ്റി ചോദിച്ചു. അത് എങ്ങനെയാണ് അപമര്യാദയാകുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പിണറായി പറയുകയും ചെയ്തു. അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തോ കാര്യം ചോദിച്ചു, അതാണ് അപമര്യാദയായി അവർക്ക് തോന്നിയത് എങ്കിൽ അത് അപമര്യാദയല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അഞ്ജു ജോർജിനെ വിശ്വസിക്കണമോ അഥവാ മുഖ്യമന്ത്രിയെ വിശ്വസിക്കണമോ എന്ന ഒരു തർക്കമാണ് വരുന്നത്. EP ജയരാജൻ ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്താണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അഞ്ജുവിനെയാണോ വിശ്വസിക്കേണ്ടത്, മുഖ്യമന്ത്രിയാണോ വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും അവർക്കിഷ്ടമുള്ള മാതിരി കാര്യങ്ങൾ തീരുമാനിക്കും. ഇതിനെ സംബന്ധിച്ച് 3-4 വാർത്തകൾ വന്നിട്ടുണ്ട്. ആ വാർത്തകൾ ചേർത്ത് വെച്ച് പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആലോചിക്കാം, ആരാണ് വിശ്വസ്തത പുലർത്തുന്നത്, മുഖ്യമന്ത്രിയാണോ അതോ അഞ്ജു ബോബി ജോർജാണോ എന്ന്. ഏതായാലും അഞ്ജു ബോബി ജോർജിൻ്റെ പ്രസ്താവന വന്നതിന് തൊട്ടുപിറകെ രമേശ് ചെന്നിത്തല, VM സുധീരൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ ആളുകൾ ഒക്കെ EP ജയരാജനെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. കാര്യങ്ങൾ അന്വേഷിച്ചെന്നു മാത്രം എന്നാണ് EP ജയരാജൻ ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. നമുക്കിതുമായി ബന്ധിപ്പിച്ച് വന്നിരിക്കുന്ന 3-4 വാർത്തകൾ, വ്യത്യസ്ത പത്രങ്ങളിൽ വന്നിരിക്കുന്ന 3-4 വ്യാഖ്യാനങ്ങൾ ഒന്ന് പരിശോധിക്കാം. കാരണം ഇതേ സംബന്ധിച്ച് ആരാണ് വസ്തുത വെളിവാക്കുന്നത്, ആര് പറയുന്നതാണ് സത്യം, അതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മംഗളം എന്ന പത്രത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, മംഗളം ഈ വാർത്ത 1-ാം പേജിലെ ആദ്യ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു. അതായത് പ്രത്യേക പ്രാധാന്യം ഈ വാർത്തയ്ക്ക് അവർ നൽകുന്നു. അഞ്ജു ബോബി ജോർജിൻ്റെ ചിത്രമടക്കമാണ് വാർത്ത തരുന്നത്. അഞ്ജു ബോബി ജോർജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് മംഗളം കണ്ടെത്തുന്നത്. അതായത് ആരോപണ വിധേയയായ ഒരു പ്രസിഡൻ്റാണ് അഞ്ജു ബോബി ജോർജ് എന്നാണ് മംഗളം പറയുന്നത്. കാണുക, കായിക മന്ത്രി EP ജയരാജൻ അധിക്ഷേപിച്ചുവെന്ന് പരാതിപ്പെട്ട സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ. മാസത്തിൽ 1-2 തവണ മാത്രം സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ എത്തുന്നു എന്നത് മുതൽ സഹോദരന് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ടെക്നിക്കൽ വിഭാഗത്തിലുള്ള തസ്തികയിലേക്ക് നിയമനം നൽകി എന്നതുവരെയാണ് വിമർശനങ്ങൾ. മുഴുവൻ സമയവും വിനിയോഗിക്കാൻ കഴിയുന്ന വ്യക്തിയെയാണ് അഞ്ജുവിന് പകരം ആലോചിച്ചത്. ഇക്കാര്യം ഇന്നലത്തെ യോഗത്തിൽ മന്ത്രി EP ജയരാജൻ അഞ്ജുവിനോട് പറഞ്ഞതായാണ് സൂചന. തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി അഞ്ജു എത്തിയത്. ആരോപണങ്ങളുടെ പേരിൽ അഞ്ജുവിനെ മാറ്റാൻ പുതിയ സർക്കാർ ആലോചിക്കുന്നു എന്ന് അഞ്ജുവിന് മനസ്സിലാകുന്നു. പുതിയ സർക്കാർ പഴയ സർക്കാർ നിയോഗിച്ച ഇത്തരം പോസ്റ്റുകളൊക്കെ മാറ്റാൻ കഴിയുന്നതാണ്, സാധാരണഗതിയിൽ മാറ്റുന്നതുമാണ്. ആ അർത്ഥത്തിൽ മാറ്റാൻ അധികാരമുള്ള സർക്കാർ, അതിന് അധികാരമുള്ള മന്ത്രി പറയുന്നു, നിങ്ങളുടെ നിലപാടുകളിൽ ഇത്തരം റിസർവേഷനുകൾ പുതിയ മന്ത്രിസഭയ്ക്കുണ്ട്, അതുകൊണ്ടാണ് മാറ്റേണ്ടതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് പരാതിയുമായി എത്തുന്നത് അഞ്ജു ബോബി ജോർജ് മുഖ്യമന്ത്രിയുടെ സവിധത്തിൽ. മാസത്തിൽ 2 തവണ മാത്രമാണ് അവർ സ്പോർട്സ് കൗൺസിൽ, കേരളയുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഓഫീസിലെത്തുന്നത്. 2 തവണ എത്തുന്നതും അവരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കർണാടകത്തിൽ നിന്ന് വിമാനമാർഗം വന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ദിവസം വരുമ്പോൾ ഔദ്യോഗികമായി 25,000 രൂപ ചിലവുള്ള ഒരു പ്രതിമാസ വാടക നൽകുന്ന വീട്ടിലാണ് 2 ദിവസം വരുന്ന പ്രസിഡന്റ് താമസിക്കുന്നത്. അഞ്ജു ബോബി ജോർജ് വഹിക്കുന്ന വ്യത്യസ്തമായ ചില പദവികൾ കൂടിയുണ്ട്. അവർ ബാംഗ്ലൂരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥയാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ദേശീയ അത്ലറ്റിക് ക്യാമ്പ് കോർഡിനേറ്ററാണ്. ദേശീയ അത്ലറ്റിക് ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ ഒളിമ്പ്യൻ എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് ആ സ്ഥാനം നൽകപ്പെടുന്ന സ്പോർട്സിൻ്റെ സ്ഥാനം തന്നെയാണ്. അത്തരം ഒരു കോർഡിനേറ്റർ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി കസ്റ്റംസ് ജോലി ഡെപ്യൂട്ടേഷനിൽ ഒഴിവാക്കി അവർ നിൽക്കുകയാണ് ബാംഗ്ലൂരിൽ. അങ്ങനെ നിൽക്കുമ്പോൾ കസ്റ്റംസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഈ ക്യാമ്പ് കോർഡിനേറ്റർ പദവി മുഴുവൻ സമയവും ക്യാമ്പിൽ ഉണ്ടാകേണ്ടയാളാണ്. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിൽക്കുന്നയാളാണ്
മാസം 2 ദിവസം മാത്രം വിമാനത്തിൽ പറന്നു വന്ന് സ്പോർട്സ് കൗൺസിലിൻ്റെ ജോലികൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ തന്നെയുള്ള PT ഉഷയെയാണ് ആദ്യം ഈ പദവിയിലേക്ക് ശ്രമിച്ചത് എങ്കിലും ഉഷ അത് സ്വീകരിക്കുകയുണ്ടായില്ല. അങ്ങനെയാണ് ഇത് അഞ്ജു ബോബി ജോർജിൻ്റെ പക്കൽ എത്തിയത്. ഏതായാലും ഈ നിലയ്ക്കുള്ള ഒരു അവസ്ഥയുള്ളപ്പോഴാണ് സ്വന്തം സഹോദരന് 80,000 രൂപ ശമ്പളം ഉള്ള താൽക്കാലിക പദവിയിലേക്ക്, കോൺട്രാക്ട് പദവിയിലേക്ക് അവർ അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ അത്ര മെച്ചപ്പെട്ട ഒരു ട്രാക്ക് റെക്കോർഡല്ല അഞ്ജു ബോബി ജോർജിന് എന്ന യാഥാർത്ഥ്യം മംഗളം നമ്മോട് പറയുന്നു. അതുകൊണ്ട് മോശമായി EP ജയരാജൻ പെരുമാറി എന്ന ആക്ഷേപം വാസ്തവത്തിൽ തൻ്റെ കാര്യങ്ങൾ, തന്നെ സംബന്ധിച്ച അന്വേഷണ കാര്യങ്ങൾ മറച്ചുവെക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണോ എന്നാളുകൾ സംശയിച്ചാൽ അതിനകത്ത് വലിയ അത്ഭുതത്തിന് അവകാശമില്ല. EPക്കെതിരായ വിമർശം മറ്റ് വിവാദങ്ങൾ മറയ്ക്കാനുള്ള അഞ്ജുവിൻ്റെ ശ്രമമാണ് എന്ന് ദേശാഭിമാനിയുടെ നിരീക്ഷണം ഇവിടെ പ്രസക്തമാവുകയും ചെയ്യുന്നു. കാണുക, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ് കായിക മന്ത്രി EP ജയരാജനെതിരെ തിരിഞ്ഞത് സഹോദരൻ്റേത് ഉൾപ്പെടെയുള്ള അനധികൃത നിയമനവും സ്ഥലം മാറ്റങ്ങളും വിമാനയാത്രകളും വിവാദമായപ്പോൾ മന്ത്രി ഭീഷണിപ്പെടുത്തിയെന്ന് മാധ്യമങ്ങളോട് പരാതി പറഞ്ഞ് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് ബോബി നടത്തുന്നത് എന്ന് ദേശാഭിമാനി അതിൻ്റെ ഉൾപേജ് വാർത്തയിൽ നമ്മോട് പറയുന്നു. ഇനി ഇക്കാര്യത്തിൽ മാധ്യമം എന്ന പത്രം അതിൻ്റെ 1-ാം പേജിലെ ആദ്യ വാർത്തയാക്കി ഇത് മാറ്റിയിരിക്കുന്നു. മംഗളത്തെ പോലെ തന്നെ അക്കാര്യത്തിൽ ജയരാജൻ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നടന്നത് തുറന്നു പറയുന്നുണ്ട്. ജയരാജൻ്റെ ആ വിശദീകരണം എപ്രകാരമാണ് മാധ്യമം തരുന്നത്? അല്പം വിശദമായി തന്നെ അത് പറയേണ്ടതിരിക്കുന്നു. കാരണം EP ജയരാജൻ എന്ന പലപ്പോഴും വാവിട്ട് സംസാരിക്കുന്ന, മന്ത്രി അല്ലാതിരുന്ന സമയത്ത് വാവിട്ട് സംസാരിക്കുന്ന ശീലമുള്ള ആളെ ഏതായാലും ഒരു മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർച്ചയ്ക്ക് ഉള്ള ഒരു വിധമായി, പ്രകാശന വിധമായി മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുവോ എന്ന സന്ദേഹമുള്ളതുകൊണ്ടാണ് വിശദമായി EP ജയരാജൻ്റെ ആ പ്രസ്താവന പറയേണ്ടി വരുന്നത്. കാണുക, അദ്ദേഹം സംസാരിച്ചത് ഇതാണ്: നിങ്ങൾ ചിലർ ചേർന്ന് അഞ്ജുവിൻ്റെ പേര് ചീത്തയാക്കുകയാണോ? അദ്ദേഹം വൈസ് പ്രസിഡന്റിനോടാണ് ചോദിച്ചത്. തങ്ങൾ അധികാരത്തിൽ വരില്ല എന്ന് കരുതിയോ എന്നായിരുന്നു ഇബ്രാഹിം കുട്ടിയോട് മന്ത്രി ചോദിച്ചത്. ഇബ്രാഹിം കുട്ടി വൈസ് പ്രസിഡന്റാണ്. അഞ്ജുവിന് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും വിമാനയാത്രക്കൂലി അനുവദിക്കാനാവില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. ഒരു തവണ മാത്രം തിരുവനന്തപുരത്ത് വന്നു പോകുന്നതിന് 40,000 രൂപയാണ് മെയ് 30 ചേർന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് പാസ്സാക്കിയത്. നിലവിൽ 25,000 രൂപ വാടക നൽകി സർക്കാർ വീട് അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വിമാനക്കൂലിയും കൂടി നൽകാനാവില്ല എന്ന് മന്ത്രി അറിയിച്ചു. യാത്രക്കൂലി കൂടി നൽകാമെന്ന UDF സർക്കാരിൻ്റെ ഉറപ്പിലാണ് താൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയത് എന്ന് അഞ്ജു വാദിച്ചെങ്കിലും മന്ത്രി അത് അംഗീകരിച്ചില്ല. കൗൺസിലിലെ എല്ലാവരും ചേർന്ന് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാരോപിച്ച മന്ത്രി അവസാന കാലത്ത് നടന്ന എല്ലാ സ്ഥലം മാറ്റങ്ങളും റദ്ദാക്കണമെന്ന് ഫയലിൽ എഴുതുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ വസ്തുത വെച്ച് പരിശോധിക്കുമ്പോൾ നീതി അഥവാ ന്യായം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? അഞ്ജുവിൻ്റെ പക്ഷത്താണോ അതോ സ്പോർട്സ് വകുപ്പിൻ്റെ പക്ഷത്താണോ? 1 കോടി രൂപ പ്രതിമാസം ശമ്പളം കൊടുക്കാൻ മാത്രം സ്പോർട്സ് കൗൺസിലിന് വേണം. ഈ പോസ്റ്റിൽ, ഈ പദവിയിൽ മുമ്പ് ഇരുന്ന പത്മിനി തോമസ് പറയുന്നത് കാണുക. സ്പോർട്സ് കൗൺസിൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാസം 1 കോടി രൂപ വേണം. മുൻ പ്രസിഡന്റുമാരാരും ഓഫീസിൽ വരാൻ വിമാനക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് പ്രതികരിച്ചു. അവർ മാർക്സിസ്റ്റുകാരിയൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ അഞ്ജുവിന് വേണ്ടി മാത്രം ഇങ്ങനെ വിമാനക്കൂലി കൊടുത്ത് 25,000 രൂപ താമസിക്കാനില്ലാതെ വാടകയ്ക്ക് വീടെടുത്ത് സഹോദരൻ 80,000 രൂപയ്ക്ക് ശമ്പളത്തിൽ ജോലി കൊടുത്ത് ഒക്കെ നിയമിക്കാനുള്ള ധാരാളിത്തം കാണിക്കാൻ കഴിയുന്ന വെള്ളാനെയാണോ സ്പോർട്സ് വകുപ്പ് എന്നുകൂടി ആലോചിക്കണം. EP ജയരാജൻ പറഞ്ഞില്ലയോ എന്നതല്ല, കേരളത്തിൻ്റെ സ്പോർട്സ് വകുപ്പിന് ഇത് താങ്ങാൻ കഴിയുമോ ഈ മഹാതാരത്തെ എന്ന കാര്യമാണ് നാം ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു. ആ സാഹചര്യത്തെയാണ് മനോരമ 1-ാം പേജിൽ അഞ്ജു ബോബി ജോർജിനെ ഇട്ട് കുടയുന്ന, EP ജയരാജൻ എടുത്ത് കടിച്ചു കുടയുന്ന കാർട്ടൂൺ ചിത്രമടക്കം അവതരിപ്പിച്ചത്. മനോരമയുടെ അരിശം അവിടെയും കൊണ്ടും തീരുന്നില്ല. കാണുക,
അഞ്ജുവിനോട് നാം ഇത് ചെയ്തുകൂടാ. കായിക രംഗത്തെ കാണേണ്ടത് രാഷ്ട്രീയ കണ്ണുകൊണ്ടല്ല എന്ന നിലയ്ക്ക് കാഴ്ചപ്പാട് പുറത്ത് ഒരു മുഖപ്രസംഗം ഇന്ന് അഞ്ജുവിന് വേണ്ടി എഴുതിയിരിക്കുന്നു. അഞ്ജുവിന് വേണ്ടിയല്ല, EP ജയരാജനെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നു ഈ മഹാപത്രം. അതുകൊണ്ടും തീർന്നില്ല. പറഞ്ഞു വിട്ടോളൂ തന്നെ, പക്ഷേ അപമാനിക്കരുത്. പറഞ്ഞു വിട്ടോളൂ എന്ന ഔദാര്യമൊന്നും കാണിക്കേണ്ട. പറഞ്ഞു വിടാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. പഴയ സർക്കാർ നിയമിച്ച ആളുകളെ പറഞ്ഞു വിടുക എന്നൊക്കെയുള്ള രീതികൾ ഇപ്പോൾ DGPയെ പറഞ്ഞു വിട്ട് പുതിയ DGPയെ എടുക്കുന്നത് മാതിരി തന്നെ, അതുമാതിരി തന്നെ മറ്റ് നിയമരംഗത്തുമൊക്കെ ആൾക്കാരെ എടുത്തു. ആ നിലയ്ക്ക് അഞ്ജു ബോബി ജോർജിൻ്റെ ലേഖനം കൂടി അടിച്ചപ്പോഴാണ് മനോരമയ്ക്ക് സമാധാനമാകുന്നത്. ആ ലേഖനത്തിൽ അഞ്ജു പറയുന്നത് കാണുക: അപമാനിതയായി അഴിമതിക്കാരിയായി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു പോകാൻ ഞാൻ തയ്യാറല്ല. വിജയങ്ങളിലേക്ക് ഒരിക്കൽ പോലും കുറുക്ക് വഴി തേടിയിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കട്ടെ, ഞാൻ നയാ പൈസയുടെ അഴിമതി നടത്തിയിട്ടില്ല. ശരിയാണ്, അഴിമതി നടത്തിയെന്ന് ആക്ഷേപമില്ല. പക്ഷേ 40,000 രൂപ ഓരോ വരവിനും മുടക്കിക്കൊണ്ട് 25,000 രൂപ വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസമില്ലാത്ത ഒരു പ്രസിഡന്റിനെ ഇവിടെ തുടർന്നും നിലനിർത്തേണ്ടതുണ്ടോ എന്ന് EP ജയരാജൻ ആലോചിക്കുകയും അത് അവരോട് പറയുകയും ചെയ്യപ്പോൾ കേരളത്തിലെ സ്പോർട്സ് വകുപ്പിൻ്റെ താല്പര്യമാണ് ആ മന്ത്രി സംരക്ഷിച്ചിരിക്കുന്നത്. അതാണ് മനോരമയ്ക്ക് ഹിതകരമല്ലാതായി പോയത് എങ്കിൽ അതിന് നമുക്കൊന്നും ചെയ്യാനും ആകില്ല. പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നിട്ട് 2 വർഷം തികഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചത് 5 തവണയാണ്. 6 മാസത്തിലൊരിക്കൽ അമേരിക്കയിൽ പോവുക എന്ന് വ്രതമെടുത്ത മാതിരിയാണ് അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുന്നത്. ഏതായാലും ഇത്തവണ 5ാം തവണ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഇൻഡോ-US സംയുക്ത പ്രസ്താവം വന്നു. ആ സംയുക്ത പ്രസ്താവത്തെക്കുറിച്ച് CPMൻ്റെ ഒരു വിമർശനമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ദേശാഭിമാനി അതൊന്നാം പുറത്ത് തരുന്നു. അതിങ്ങനെയാണ്: ഇൻഡോ-US സംയുക്ത പ്രസ്താവന ഇന്ത്യ അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി മാറുന്നു എന്ന ആക്ഷേപം ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. കാണുക: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ ഭാഗമായി പുറത്തു വന്ന ഇൻഡോ-US സംയുക്ത പ്രസ്താവന അമേരിക്കയുടെ തന്ത്രപരമായ ജൂനിയർ പങ്കാളി എന്ന ഇന്ത്യൻ സ്ഥാനം അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് എന്ന് CPM ചൂണ്ടിക്കാട്ടി. അങ്ങനെ ഉറപ്പിക്കുന്നതാണ് എന്ന് മാത്രമല്ല, അതിൽ അന്തർലീനമായിരിക്കുന്ന അപകടത്തെക്കുറിച്ചും CPM പോളിറ്റ് ബ്യൂറോ നിരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. 80% ഷെയറും SBTയുടെ ഷെയറും SBIയുടെ പക്കൽ ഇരിക്കുന്നത് കൊണ്ട് ആ ലയനമൊന്നും തടയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന കേരള ബാങ്ക് മൺമറഞ്ഞ് പോവുകയാണെങ്കിൽ കേരള ബാങ്ക് ലക്ഷ്യം 50,000 കോടി നിക്ഷേപം. പുതിയ ബാങ്കിനെ കുറിച്ച് ആലോചിക്കുന്നു പുതിയ സർക്കാർ. അത്തരമൊരു ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു പരസ്യ ഇടവേളയ്ക്ക് ശേഷം. 50,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ പുതിയ കേരള ബാങ്ക് എന്ന സങ്കല്പം ഉയർന്നു വരുന്നു. കാണുക: G രാജേഷ് കുമാർ ദേശാഭിമാനിൽ അതെഴുതുന്നു ഇങ്ങനെ: കേരള ബാങ്കിലൂടെ സംസ്ഥാനം ലക്ഷ്യമിടുന്നത് 50,000 കോടി രൂപയുടെ നിക്ഷേപം. സ്വന്തം ബാങ്ക് എന്ന് കേരളം കരുതിയിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിക്കുന്ന സാഹചര്യത്തിൽ കേരള ബാങ്ക് എന്ന ആശയത്തിന് പ്രാധാന്യമേറുന്നു. സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ സാധ്യത പ്രയോജനപ്പെടുത്തി സ്വന്തം വാണിജ്യ ബാങ്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടും പ്രതീക്ഷയും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. CM ആത്മീയ അന്വേഷിയുടെ ശ്രമങ്ങൾ പല പത്രങ്ങളിലൂടെ നാം കണ്ടിട്ടുള്ളതാണ്. നേരിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ധാരാളം ആളുകളുമുണ്ട്. ആ സാഹചര്യത്തിൽ എമ്മിന് തിരുവനന്തപുരത്ത് നൽകിയ പൗരസ്വീകരണം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: CMൻ്റെ ആത്മീയത മാതൃകാപരം. വർത്തമാനം പുറത്ത് മനോരമ ആ വാർത്ത തരുന്നു, വായിക്കുക. ആത്മീയ രംഗത്തെ തിളങ്ങുന്ന വ്യക്തിത്വമായ CMൻ്റെ മതവേർതിരിവുകൾക്ക് അതീതമായ ആത്മീയത മാതൃകാപരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആത്മീയതയെ സ്വന്തം മതവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നവർക്കിടയിൽ CM വേറിട്ട് നിൽക്കുന്നു. ആൾ ദൈവങ്ങളെപ്പോലെ അത്ഭുതങ്ങൾ പ്രദർശിപ്പിക്കുകയോ ശിഷ്യന്മാരെ സൃഷ്ടിക്കുകയോ ചെയ്യാതെ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധയൂന്നുന്നത് എന്നും പിണറായി വിജയൻ പറയുമ്പോൾ വളർന്നു വരുന്ന മതാതീത ആത്മീയതയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
ലാവ്ലിൻ കേസുമായി ബന്ധിപ്പിച്ച വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. സ്വകാര്യ ഹർജികൾ തള്ളിയ വാർത്തയാണ്. ലാവ്ലിൻ സ്വകാര്യ ഹർജിക്കാർക്കെതിരെ ഹൈക്കോടതി. ലാവ്ലിൻ കേസിൽ റിവിഷൻ ഹർജി നൽകിയ വ്യക്തികൾ അന്വേഷണ ഘട്ടത്തിലോ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴോ ഒരു പരാതിയും ഉന്നയിക്കാത്തവരാണ് എന്ന് ഹൈക്കോടതി. കേസിലെ അന്വേഷണ ഏജൻസിയായ CBIയുടെ തന്നെ റിവിഷൻ ഹർജി നിലനിൽക്കെ സ്വകാര്യ ഹർജികൾക്ക് പ്രസക്തിയില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രശ്നത്തെ മുൻനിർത്തി എന്തൊക്കെ കോൽക്കളിയായിരുന്നു നടന്നത് എന്ന് ഇപ്പോഴെങ്കിലും കൗതുകത്തോടെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃമാറ്റം. ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ഇടപെടുന്നു. നേതൃമാറ്റ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. പ്രവീൺ കൃഷ്ണൻ ആ വാർത്ത തരുന്നു. മാതൃഭൂമിയുടെ വാർത്തയും വീക്ഷണവും പേജിൽ. നേതൃമാറ്റം സംബന്ധിച്ച് ആവശ്യമുയർന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ VM സുധീരൻ എന്നിവരെയാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചത്. അങ്ങനെ വിളിപ്പിക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയോട് VM സുധീരനെ ഒഴിവാക്കണമെന്ന കാര്യത്തിൽ AI ഗ്രൂപ്പുകൾ ഒന്നിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ മാറ്റാൻ തയ്യാറില്ലാത്ത സാഹചര്യത്തിലാണ് ഈ മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളുടെ യഥാർത്ഥ എണ്ണമെന്ത്? അതേ സംബന്ധിച്ച കണക്കെടുത്തു. സർക്കാർ സ്കൂൾ, എയ്ഡഡ് സ്കൂൾ കണക്കെടുത്തപ്പോൾ കുട്ടികൾ കുറഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് കാണുന്നത്. മംഗളം പൊതുവൃത്താന്തം പേജിൽ ആ വാർത്ത തരുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞു. മുൻ വർഷത്തേക്കാൾ കുറഞ്ഞത് 61,592 കുട്ടികൾ. ഒന്നാം ക്ലാസ്സിന് 1,363 കുട്ടികളുടെ കുറവ് കണ്ടെത്തി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ മുൻ വർഷത്തേക്കാൾ 61,592 വിദ്യാർത്ഥികളിൽ കുറഞ്ഞു. 6ാം പ്രവൃത്തി ദിനമായ ഇന്നലെയാണ് ഈ കണക്കെടുപ്പ് നടന്നത് എന്നും മംഗളം ഈ വാർത്തയിൽ നമ്മോട് പറയുന്നു. ബംഗാളിൽ CPMഉം കോൺഗ്രസും ചേർന്നാണ് മത്സരിച്ചത്. ആ ചേർന്ന് നിൽപ്പിന് ആരൊക്കെ എന്തൊക്കെ വ്യാഖ്യാനം നൽകിയാലും പരാജയത്തിന് ശേഷവും ആ ധാരണയ്ക്ക് കോട്ടമൊന്നും വരാൻ പോകുന്നില്ല. മംഗളം പത്രം തരുന്ന മറ്റൊരു വാർത്ത കാണുക. ബംഗാൾ ഘടകത്തിൻ്റെ ഭീഷണിയിൽ മുട്ടുമടക്കിയ CPM കേന്ദ്ര നേതൃത്വം. രൂക്ഷ വിമർശനം വേണ്ടെന്നും കോൺഗ്രസുമായി തുടർന്നും സഹകരണമാകാമെന്നും നയം മാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സഖ്യത്തിൻ്റെ പേരിൽ ബംഗാൾ ഘടകത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള കാരാട്ടുപക്ഷത്തിൻ്റെ നീക്കം പാളി. CPM ബംഗാൾ ഘടകത്തിൻ്റെ ഭീഷണിക്ക് മുന്നിൽ കേന്ദ്ര നേതൃത്വം വഴങ്ങി. കോൺഗ്രസ് സഖ്യത്തിൻ്റെ പേരിൽ ധൈര്യമുണ്ടെങ്കിൽ പിരിച്ചുവിട്ടോളൂ എന്നായിരുന്നു CPM ബംഗാൾ ഘടകം കേന്ദ്ര നേതൃത്വത്തെ വെല്ലുവിളിച്ചത്. പിരിച്ചുവിടാനൊന്നും കഴിയില്ലല്ലോ, അതുകൊണ്ട് കീഴ്വഴങ്ങി കൊടുത്തു എന്നാണ് ഈ വാർത്ത പറയുന്നത്. പൈപ്പ് പൊട്ടലിനെ സംബന്ധിച്ച വാർത്ത മെട്രോ മനോരമ അതിൻ്റെ 1ാം പുറത്ത് തരുന്നു. മുട്ടടയിൽ പൈപ്പ് പൊട്ടി. എപ്പോൾ? അതൊന്നും ആർക്കും അറിയില്ല. ജനാധിപത്യ ഭരണം ഉദ്യോഗസ്ഥരെ കൊണ്ട് ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കാനല്ല. മന്ത്രിയുടെ ഉത്തരവുണ്ട്, റോഡിൽ തൊടാനാവില്ല എന്ന വാശിയിലായിരുന്നു മരാമത്ത് വകുപ്പ്. ഈ വകുപ്പുകൾക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം ആക്ഷേപത്തോടെ അവതരിപ്പിക്കുകയാണ് മെട്രോ മനോരമ. പൈപ്പ് പൊട്ടിയ നഗരത്തിലെ 5ഓളം വാർഡുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയപ്പോൾ ഭരണമാറ്റത്തിൻ്റെ അനിശ്ചിതത്വം അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമായി. മുട്ടട ജംഗ്ഷന് സമീപം ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 5ഓളം വാർഡുകളിൽ കുടിവെള്ള വിതരണം ഇന്നലെ രാവിലെ മുടങ്ങിയതാണ്. റോഡിൻ്റെ ഉടമസ്ഥരായ PWDയുടെ അനുമതി കിട്ടാൻ വൈകിയത് കാരണം പൈപ്പ് പൊട്ടി ഒരു ദിവസത്തിന് ശേഷവും അറ്റകുറ്റപ്പണി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് മനോരമ, ഈ മെട്രോ മനോരമ വാർത്തയുടെ 1ാം പേജിലൂടെ നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. 5ാം തവണ അമേരിക്ക സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി സംയുക്ത പ്രസ്താവം പുറത്തിറക്കി. എന്താണ് ആ പ്രസ്താവനയുടെ ഉള്ളടക്കം? ഈ കാർട്ടൂൺ കാണുക. അമേരിക്ക ഒരു സംഗീത സതിരിലാണ്. ഇൻഡോ അമേരിക്കൻ സൗഹൃദത്തിൻ്റെ ഗാനാലാപനത്തെ നിയന്ത്രിക്കുന്ന കണ്ടക്ടറായി മോദി മാറുന്ന വിധേയത്വം കേശവ് കാർട്ടൂണാക്കി ഹിന്ദു ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇന്നലെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖാമുഖം നടന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സ്വീകരണവും സമ്മാനദാനവും ഉണ്ടായിരുന്നു. മുഖാമുഖത്തിന് ശേഷം നൽകിയ മുത്തുക്കുടയുമായി ഈ ചിത്രം കാണുക. മുത്തുക്കുടയുമായി മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം സിറാജ് എന്ന പത്രം അതിൻ്റെ അവസാന പേജിൽ നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.